honesty. The best of BW പ്രധാനപ്പെട്ട റിഫ്ലക്ഷൻസ് ഫെയ്ത്ത്, ഫിയർ, ഹോണസ്റ്റി, ഹ്യൂമിലിറ്റി ആൻഡ് ലവ്. അടുത്ത ഹോണസ്റ്റിയാണ്. ഹോണസ്റ്റിയെ കുറിച്ചാണ് പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. ദിസ് മാറ്റർ ഓഫ് ഹോണസ്റ്റി, ഓഗസ്റ്റ് 1961. ഈ ലേഖനം എഴുതിയത് 1961 ഓഗസ്റ്റിലാണ്. സത്യസന്ധതയെ കുറിച്ചാണ്. നമുക്കത് വായിക്കാം. The problem of honesty touches nearly every aspect of our lives. There are, for example, the widespread and amazing phenomena of self-deception. There are those rather dreadful brands of reckless truth-telling, which are so often lacking in prudence and love. Then there are those countless life situations in which nothing less than utter honesty will do. No matter how sorely we may be tempted by the fear and pride that would reduce us to half truth or inexcusable denials, let's first see that self-deceptions can do to one's integrity. സത്യസന്ധതയുടെ വിഷയം, ദിസ് മാറ്റർ ഓഫ് ഹോണസ്റ്റി. ബിൽ ഡബ്ല്യു എഴുതിയത് ഗ്രേപ്പ് പോയിന്റിലാണ്, ഓഗസ്റ്റ് 1961. സത്യസന്ധതയുടെ പ്രശ്നം നമ്മുടെ ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു. ഉദാഹരണത്തിന്, സ്വയം വഞ്ചിക്കൽ, സെൽഫ് ഡിസെപ്ഷൻ എന്ന വ്യാപകവും അതിശയകരമായ ഒരു പ്രതിഭാസമുണ്ട്. അതുപോലെ തന്നെ വിവേകവും സ്നേഹവും പലപ്പോഴും ഇല്ലാത്ത, അതിരുകടന്നും അശ്രദ്ധമായും സത്യം പറയുന്ന രീതികളുമുണ്ട്. കൂടാതെ ഭയവും അഹങ്കാരവും നമ്മെ അർദ്ധസത്യങ്ങളിലേക്കോ ക്ഷമിക്കാനാവാത്ത നിഷേധങ്ങളിലേക്കോ തള്ളിവിടാൻ എത്ര ശക്തമായി ശ്രമിച്ചാലും പൂർണ്ണമായ സത്യസന്ധതയില്ലാതെ മറ്റൊന്നും പോരാത്ത അനവധി ജീവിത സാഹചര്യങ്ങളുമുണ്ട്. ആദ്യം, സ്വയം വഞ്ചിക്കൽ. ഒരാളുടെ സത്യനിഷ്ഠയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്വയം വഞ്ചനയ്ക്ക് അയാളുടെ സത്യനിഷ്ഠയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. Well, remembered is the comfort I used to take from an exaggerated belief in my own honesty. My New England kinsfolk had thoroughly taught me the sanctity of all business commitments and contracts. They insisted that a man's word is his bond. I delighted in the Lincoln story, which tells how honest Abe once walked 6 miles to return the 6 pennies he had overcharged a poor woman at his grocery. After this rigorous conditioning, business honesty always came easy, and it stayed with me, even in Wall Street, where I landed years later and never flamed anyone. അപ്പോ ആദ്യം സ്വയം വഞ്ചനയ്ക്ക് അയാളുടെ സത്യനിഷ്ഠതയിലേക്ക് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എന്റെ സ്വന്തം സത്യസന്ധതയെക്കുറിച്ചുള്ള അതിശയോക്തിപരമായ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ എത്രമാത്രം ആശ്വാസം നേടിയിരുന്നുവെന്ന് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. എന്റെ ന്യൂ ഇംഗ്ലണ്ട് ബന്ധുക്കൾ എന്റെ എല്ലാ ബിസിനസ് ബാധ്യതകളെയും കരാറുകളെയും വിശുദ്ധിയെക്കുറിച്ച് എന്നെ വളരെ കർശനമായി പഠിപ്പിച്ചിരുന്നു. ന്യൂ ഇംഗ്ലണ്ടിലെ ബന്ധുക്കള് എന്റെ എല്ലാ ബിസിനസ് ബാധ്യതകളുടെയും കരാറുകളുടെയും വിശുദ്ധിയെക്കുറിച്ച് എന്നെ വളരെ കർശനമായി പഠിപ്പിച്ചിരുന്നു. അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന്റെ വാക്ക് എന്ന് പറയുന്നത് അവന്റെ ബോണ്ടാണ്, അല്ലെങ്കിൽ അത് അവനൊരു ബന്ധനമായിട്ട് നിൽക്കണം, വാക്ക് പാലിക്കണം. ഒരു പാവപ്പെട്ട സ്ത്രീയോട് തന്റെ കടയിൽ 6 പെൻസ് അധികം വാങ്ങിയതറിഞ്ഞപ്പോൾ അത് തിരികെ നൽകാൻ 6 മൈൽ നടന്നുപോയ ഹോണസ്റ്റ് അബേ അബ്രഹാം ലിങ്കണിന്റെ കഥ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇത്തരം കർശനമായ പരിശീലനത്തിന് ശേഷം ബിസിനസ്സിൽ സത്യസന്ധത എനിക്ക് എപ്പോഴും എളുപ്പമായിരുന്നു. അത് പിന്നീട് എന്നിൽ നിലനിൽക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വാൾ സ്ട്രീറ്റിൽ എത്തിയപ്പോഴും ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. However, this small fragment of easy-won virtue did produce some interesting liabilities. I was so absurdly proud of my business standards that I never failed to whip up a fine contempt for those of my fellow Wall Streeters who were prone to shortchange their customers. This was arrogant enough, but the ensuing self-deceptions proved even worse. My prized business honesty was presently converted into a comfortable cloak under which I could hide the many serious flaws that beset other departments of my life. Being certain of this one virtue, it was easy to conclude that I had them all. For years on end, this prevented me from taking a good look at myself. This is a very ordinary example of the fabulous capacity for self-deceptions that nearly all of us can display
at times. Moreover, the deceptions of the others is nearly always rooted in the deceptions of ourselves. As further illustrations, two extreme cases come to mind. One shows self-delusions in a very obvious form, obvious, that is, to all but the victim himself. The other depicts the more subtle brand of self-delusions from which no human being can be entirely exempt. One of my good friends used to be a safe cracker. He told me this revealing tale. Said he, "You know, Bill, I used to think I was a kind of one-man revolution against society. All over the world, I could see the have-nots taking it away from the haves. This seemed very reasonable. After all, those damn haves just wouldn't share their wealth. The revolutions that took it away from them were apt to get a lot of applause. But guys like me, who could also make those halves share their wealth, got no such glad hand. After a while, I figured this out. The plain fact was that nobody liked burglars. Revolutions, yes, but burglars, no. Anyway, I couldn't see anything wrong about blowing safes, excepting getting caught. Even after years in jail, I still couldn't see it. When I showed up, I slowly began to get it through my head that there were good revolutions and bad ones. Bit by bit, it dawned on me how I had completely fooled myself. I could see that I had been pretty crazy, how I could have been that dumb. I will never be able to explain in any other way. അപ്പോ എന്നാൽ എളുപ്പത്തിൽ നേടിയ ഈ ഒരു ചെറിയ സൽഗുണം ചില രസകരമായ ദോഷങ്ങളും എന്നിലുണ്ടാക്കി. എന്റെ ബിസിനസ് മാനദണ്ഡങ്ങളെ കുറിച്ച് ഞാൻ അത്രയും അസംബന്ധമായി അഭിമാനിച്ചിരുന്നു. ഉപഭോക്താക്കളെ കുറച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന എന്റെ വാൾസ്ട്രീറ്റ് സഹപ്രവർത്തകരെ ഞാൻ ഒരിക്കലും കടുത്ത അവഹേളനത്തോടെ കാണാതെ പോയിട്ടില്ല. അത് തന്നെ അഹങ്കാരപരമായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ തന്നെ സ്വയം വഞ്ചിക്കൽ അതിലും മോശമായിരുന്നു. എന്റെ ജീവിതത്തിലെ മറ്റു മേഖലകളെ ബാധിച്ചിരുന്ന അനവധി ഗുരുതരമായ കുറവുകൾ മറച്ചുവെക്കാനുള്ള ഒരു സുഖകരമായ മറയായി എന്റെ മികച്ച ബിസിനസ് സത്യസന്ധതയെ ഞാൻ മാറ്റി. ഈ ഒരു സൽഗുണം എനിക്കുണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ മറ്റെല്ലാ സൽഗുണങ്ങളും എനിക്കുണ്ടെന്ന് കരുതുന്നത് എളുപ്പമായിരുന്നു. വർഷങ്ങളോളം ഇത് എന്നെ തന്നെ സത്യസന്ധമായി പരിശോധിക്കൽ നിന്ന് തടഞ്ഞു നിർത്തി. നമ്മളിൽ ഭൂരിഭാഗത്തിനും ചില സമയങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സ്വയം വഞ്ചിക്കാനുള്ള അത്ഭുതകരമായ കഴിവിന്റെ വളരെ സാധാരണമായ ഒരു ഉദാഹരണമാണിത്. മാത്രമല്ല, മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് മിക്കപ്പോഴും നമ്മെ തന്നെ വഞ്ചിക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നതും. സ്വയം വഞ്ചിക്കലിന്റെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. കൂടുതൽ ഉദാഹരണങ്ങളായി രണ്ട് രൂക്ഷമായ സംഭവങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നു. ഒന്നിൽ സ്വയം വഞ്ചിക്കൽ വളരെ വ്യക്തമായ രൂപത്തിലാണ് കാണുന്നത്. അത് ഇരയായ വ്യക്തിക്കൊഴികെ മറ്റെല്ലാവർക്കും വ്യക്തമായിരുന്നു. മറ്റൊന്ന് കൂടുതൽ സൂക്ഷ്മമായ സ്വയം വഞ്ചിക്കലാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യനും പൂർണ്ണമായി ഒഴിവാകാൻ കഴിയില്ല. Now I have another AFL, a good and gentle soul. He recently joined one of the great religious orders, one in which the prayers spend many hours a day in contemplation. So my friend has plenty of time to take his inventory. The more he looks, the more unconscious self-deception he find, and the more astonished he became at the elaborate and devious excuse-making machinery by which he had been justifying himself. He has already come to the conclusions that the prideful rightness of good people may often be just as destructive as the glaring sins of those who are supposedly not so good. So he daily looks inward upon himself and then upward towards God, the better to discover just where he stands in the matter of honesty. Out of each of his meditations, there always emerges one dead certainty, and this is the fact that he still has a long way to go. Just how and when we tell the truth or keep silent can often reveal the differences between genuine integrity and none at all. Step 9 of AS program empathetically caution us against misusing the truth when it states, made direct amends to such people wherever possible, except when to do so would injure them or others, because it points up the fact that the truth can be used to injure as well as to heal.
This valuable principle in here certainly have a wide-ranging applications to the problem of developing integrity. എൻ്റെ ഒരു നല്ല സുഹൃത്ത്, അദ്ദേഹം സേഫ് ക്രാക്കർ ആയിരുന്നു, അല്ലെങ്കിൽ സേഫ് പൊട്ടിച്ചുകൊണ്ട് കക്കുന്ന ഒരു കള്ളനായിരുന്നു. അവൻ എന്നോട് പറഞ്ഞൊരു സംഭവം വളരെ അർത്ഥവത്താണ്. അവൻ പറഞ്ഞു, ബിൽ, ഞാൻ ഒരിക്കലും സമൂഹത്തിനെതിരായ ഒരു ഏകാംഗ വിപ്ലവകാരിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ലോകമെമ്പാടും ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവർക്കായി പിടിച്ചു കൊടുക്കണം. അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അത് വളരെ രസകരമായും ന്യായീകരിക്കുന്നതായും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഏകാംഗ വിപ്ലവകാരിയായി മാറിയത്. കാരണം ആ ഉള്ളവർ അവരുടെ സമ്പത്ത് പങ്കിടാൻ തയ്യാറായിരുന്നില്ലല്ലോ. അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്ന വിപ്ലവങ്ങൾക്ക് വലിയ കയ്യടി ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ എന്നെ പോലെയുള്ളവർ ആ ഉള്ളവരെ അവരുടെ സമ്പത്ത് പങ്കിടാൻ നിർബന്ധിച്ചപ്പോൾക്ക് അത്തരം കയ്യടി ഒന്നും ലഭിച്ചില്ല. കുറച്ചു കാലത്തിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ആർക്കും കള്ളന്മാരെ ഇഷ്ടമല്ല, വിപ്ലവങ്ങൾ അതെ, കള്ളന്മാരില്ല. വിപ്ലവങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ കള്ളന്മാരില്ല. എന്തായാലും സേഫുകൾ പൊട്ടിക്കുന്നത് തെറ്റൊന്നുമില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. പിടിക്കപ്പെടുന്നതാണ് പ്രശ്നം എന്ന് മാത്രം. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിട്ട് എനിക്കത് മനസ്സിലായില്ല. എയിൽ വന്നപ്പോൾ നല്ല വിപ്ലവങ്ങളും മോശം വിപ്ലവങ്ങളും ഉണ്ടെന്ന് ഞാൻ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. പതുക്കെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വഞ്ചിച്ചിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ എത്ര ഭ്രാന്തമായി പെരുമാറിയിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ എത്രയും മണ്ടനായിരുന്നുവെന്ന് മറ്റൊരു രീതിയിൽ എനിക്ക് ഒരിക്കലും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് മറ്റൊരു സുഹൃത്തുണ്ട്, നല്ലവനും സൗമ്യനുമായ ഒരാൾ. Arranging operations is the problem of developing integrity. In AA, for instance, we talk a great deal about each other, provided our motives are thoroughly good. This is not in the least wrong, but damaging gossip is quite something else. Of course, this kind of scuttlebutt can be well grounded in fact, but no such abuse of the facts could ever be twisted into anything resembling integrity. It can be maintained that this sort of superficial honesty is good for anyone. So the need to examine ourselves is very much with us. Following a gossip binge, we can well ask ourselves these questions. Why did we say that we did? Were we only trying to be helpful and informative, or were we not trying to feel superior by confessing the other fellow's sins, or because of fear and dislike, were we not really aiming to damage him? This would be an honest attempt to examine ourselves rather than the other fellow. There we see the difference between the use of the truth and its misuse. Right there, right here, we begin to regain the integrity we had lost. Sometimes, though, our true motives are not so easily determined. There are times when we think we must reveal highly damaging facts so that we may stop the dip, reproductions of certain evildoers. All for the good of AA, or what have you, now becomes our cry. Armed with this often false justifications, we righteously press our attack. True enough, there may be a genuine need to remedy damaging conditions. The true enough, we may have to make use of some unpleasant facts, but the real test is how we handle ourselves. We must be ever so certain that we are not pots who call the kettle black. Therefore, it is wise if we pose ourselves these questions. Do we really understand the people who are involved in these situations? Are we certain that we have all of the facts in any actions or criticism on our part really necessary? Are we positive that we are neither fearful or nor angry, only following such a scrutiny? Can we be sure to act with the careful discriminations and in the loving spirit that will always be needed to maintain our own integrity? ഇപ്പോൾ എനിക്ക് മറ്റൊരു സുഹൃത്തുണ്ട്, നല്ലവനും സൗമ്യനുമായ ഒരാൾ. അവൻ അടുത്തയിടെ ഒരു വലിയ മതസംഘത്തിലാണ് ചേർന്നത്. അവിടെ സന്യാസികൾ ദിവസങ്ങളിൽ പല മണിക്കൂറോളം ധ്യാനത്തിൽ ചെലവഴിക്കുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തിന്റെ തന്റെ ജീവിതത്തെ പരിശോധിക്കാൻ ധാരാളം സമയം ലഭിക്കുന്നു. അവൻ കൂടുതൽ പരിശോധിക്കും തോറും തന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വയം വഞ്ചന കൂടുതൽ കണ്ടെത്തുന്നു. സ്വയം ന്യായീകരിക്കാൻ താൻ ഉപയോഗിച്ചിരുന്ന സങ്കീർണവും വളഞ്ഞു മുറിഞ്ഞതുമായ കാരണങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അവൻ കൂടുതൽ അത്ഭുതപ്പെടുന്നു. നല്ല ആളുകൾ എന്ന് കരുതപ്പെടുന്നവരുടെ
അഹങ്കാരപരമായ നീതിബോധം നല്ലവരല്ല എന്ന് കരുതപ്പെടുന്നവരുടെ വ്യക്തമായ പാപങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ നാശകരമായിരിക്കാമെന്ന് അവൻ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ആളുകൾ എന്ന് കരുതപ്പെടുന്നവരുടെ അഹങ്കാരപരമായ നീതിബോധം നല്ലവരല്ല എന്ന് കരുതപ്പെടുന്നവരുടെ വ്യക്തമായ പാപങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ നാശകരമായിരിക്കാമെന്ന് അവൻ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ദിവസവും തന്റെ ഉള്ളിലേക്ക് നോക്കുകയും പിന്നീട് ദൈവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നു. സത്യസന്ധതയുടെ ഈ വിഷയത്തിൽ താൻ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൂടുതൽ നന്നായി മനസ്സിലാക്കി. അവന്റെ ഓരോ ധ്യാനത്തിൽ നിന്ന് ഒരു ഉറച്ച സത്യം പുറത്തു വരുന്നു. തനിക്ക് ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. സത്യം എപ്പോൾ പറയണം, എപ്പോൾ മിണ്ടാതിരിക്കണം, നാം എങ്ങനെ എപ്പോൾ സത്യം പറയുന്നു അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു എന്നത് യഥാർത്ഥ സത്യനിഷ്ഠയും അതിന്റെ അഭാവവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും വെളിപ്പെടുത്തുന്നു. പരിപാടിയിലെ 9-ാം പടി സത്യത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. സാധ്യമാകുന്നിടത്തോളെല്ലാം അത്തരം ആളുകളോട് നേരിട്ട് പരിഹാരം വരുത്തി. എന്നാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അവർക്കോ മറ്റുള്ളവർക്ക് ഹാനി വരുത്തുമെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നു. സത്യത്തെ മുറിവേൽപ്പിക്കാനും സുഖപ്പെടുത്താനും ഉപയോഗിക്കാമെന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് സത്യനിഷ്ഠ വളർത്തുന്നതിന്റെ പ്രശ്നത്തിൽ ഈ തത്വത്തിന് വളരെ വിശാലമായ പ്രയോഗമുണ്ട്. എയിൽ നമ്മൾ പരസ്പരത്തെ കുറിച്ച് ധാരാളം സംസാരിക്കുന്നു. നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നല്ലതാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ദോഷകരമായ പരദൂഷണം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. തീർച്ചയായും ഇത്തരം സംസാരങ്ങൾ വസ്തുതകളിൽ അധിഷ്ഠിതമായിരിക്കാം. എന്നാൽ വസ്തുതകളുടെ അത്തരം ദുരുപയോഗത്തെ ഒരിക്കലും സത്യനിഷ്ഠ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇത്തരം ഉപരിപ്ലവമായ സത്യസന്ധത ആരുടെയും നന്മയ്ക്കാണെന്ന് പറയാനാവില്ല. അതുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? സഹായിക്കാനാണോ? വിവരം അറിയിക്കാൻ മാത്രമായിരുന്നോ? അല്ലെങ്കിൽ മറ്റൊരാളുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർന്നവരാണെന്ന് അവരിൽ തോന്നിക്കാൻ വേണ്ടിയായിരുന്നോ? അല്ലെങ്കിൽ ഭയവും ഇഷ്ടക്കേടും കാരണം യഥാർത്ഥത്തിൽ അവനെ ദോഷപ്പെടുത്തുന്നതിനായിരുന്നു നമ്മുടെ ഉദ്ദേശം? ഇത് മറ്റൊരാളെ പരിശോധിക്കുന്നതിന് പകരം നമ്മെ തന്നെ സത്യസന്ധമായി പരിശോധിക്കാനുള്ള ശ്രമമാണ്. ഇവിടെയാണ് സത്യത്തിന്റെ ശരിയായ ഉപയോഗവും ദുരുപയോഗവും തമ്മിലുള്ള വ്യത്യാസം നാം കാണുന്നത്. ഇവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ട സത്യനിഷ്ഠ വീണ്ടും വീണ്ടെടുക്കാൻ തുടങ്ങുന്നത്. നല്ല ഉദ്ദേശമാണെന്ന് കരുതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആക്രമണം ചിലപ്പോൾ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. ചില ആളുകളുടെ ദോഷകരമായ പ്രവർത്തനങ്ങൾ തടയാൻ വളരെ ഹാനികരമായ ചില വസ്തുതകൾ വെളിപ്പെടുത്തേണ്ടതുണ്ടെന്ന് നമുക്കും തോന്നുന്ന അവസരങ്ങളുണ്ട്. എയുടെ നന്മയ്ക്കായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ ഇത് നമ്മുടെ മുദ്രാവാക്യമായി നമ്മൾ മാറ്റുന്നു. പലപ്പോഴും തെറ്റായ ഈ ന്യായീകരണത്തിന്റെ ആയുധം കയ്യിലെടുത്ത് നാം നീതിമാന്മാരാണെന്ന ഭാവത്തിൽ അവരെ ആക്രമണം നടത്തുന്നു. തീർച്ചയായും ഒരു ദോഷകരമായ സാഹചര്യം തിരുത്തേണ്ട യഥാർത്ഥ ആവശ്യമുണ്ടായിരിക്കാം. തീർച്ചയായും ചില അസുഖകരമായ വസ്തുതകൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. എന്നാൽ യഥാർത്ഥ പരീക്ഷണം നാം നമ്മെ തന്നെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനിടെ ഒരു കരിക്കലം ചീനച്ചട്ടിയെ വിളിക്കുന്നത് പോലെ, അപ്പൊ കരി പിടിച്ചതാണ് 2 പാത്രം, അതുപോലെ നമ്മളും അതേ തെറ്റുകൾ ചെയ്യുന്നില്ലെന്ന് വളരെ ഉറപ്പാക്കണം. അതിനുശേഷം വേണം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ. അതുകൊണ്ട് നമ്മളോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബുദ്ധിമുട്ടില്ലാത്ത വിവേകമാണ്. ഈ സാഹചര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് എല്ലാ വസ്തുതകളും കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണോ? നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും നടപടി അല്ലെങ്കിൽ വിമർശനം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആവശ്യമായതാണോ? നമ്മൾ ഭയത്തിലോ കോപത്തിലോ അല്ലെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടോ? ഇത്തരം ആത്മപരിശോധനയ്ക്ക് ശേഷമേ നമ്മുടെ സത്യനിഷ്ഠ സംരക്ഷിക്കാൻ ആവശ്യമായ സൂക്ഷ്മമായ വിവേചനത്തോടെയും സ്നേഹപൂർണമായ മനോഭാവത്തോടെയും പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കാൻ കഴിയുമോ? മറ്റുള്ളവരുടെ സത്യസന്ധതയില്ലായ്മയെ സ്വന്തം ഉത്തരവാദിത്വം ഒഴിവാക്കാനുള്ള കാരണമാക്കുന്നത്. ഇനി സത്യസന്ധതയുടെ പ്രശ്നത്തിന്റെ മറ്റൊരു വശം നോക്കാം. മറ്റുള്ളവരുടെ സത്യസന്ധതയില്ലായ്മയെ സ്വന്തം ഉത്തരവാദിത്വം ഒഴിവാക്കാനുള്ള കാരണമാക്കുന്നതിനുള്ള ഇനി സത്യസന്ധതയുടെ പ്രശ്നത്തിന്റെ മറ്റൊരു വശം നോക്കാം. Now here is another aspect of this honesty problem. It is very possible for us to use the alleged dishonesty of other people as a most plausible excuse for not meeting our own obligations. I once had a spell of this myself. Some rather prejudiced friends had assured me never to go back to Wall Street. They were sure that the rampant materialism and double dealing down that
there would be sure to stunt my spiritual growth because this sounded so high minded. I continued to stay away from the only business that I know. When finally my household went quite broke, I woke up to the fact that I hadn't been able to face the prospect of going back to work. So I returned to Wall Street after all. And I have ever since been glad that I did. I needed to rediscover that there are many fine people in New York's financial district. Then too, I needed the experience of staying sober in the very surroundings where alcohol had cut me down. I did receive all these benefits, had a great deal more. Indeed, there was one colossal dividend and resulted directly from my grudging decisions to re-enter the marketplace. It was a Wall Street business trip to Akron, Ohio in 1935 that first brought me face to face with Dr. Bob, AA's co-founder to be. So the birth of A itself actually hinged on the fact that I had been trying to meet my bread and butter responsibilities. We must now leave the absorbing topic of self delusions and to look at some of those trying life situations which we have to meet foursquare and head on. Suppose we are handed an employment application that asks, have you ever suffered from alcoholism and were you ever hospitalized? Here, VAS can assuredly make a good report of ourselves. Almost to a man, we believe that we believe that nothing short of the absolute truth will do in situations of this type. Most employers respect our fellowship and they like this rugged brand of honesty, especially when we reveal our AA membership and its results. Of course, many another life problem calls for this identical brand of forthrightness. For the most part, situations requiring utter honesty are clear cut and readily recognizable. We simply have to face up to them. Our fear and pride, regardless. Failing to do this, we shall be sure to suffer those ever mounting conflicts which can only be resolved by plain honesty. മറ്റുള്ളവരുടെ സത്യസന്ധതയില്ലായ്മയെ സ്വന്തം ഉത്തരവാദിത്തം ഒഴിവാക്കാനുള്ള കാരണമാക്കാനിടയുണ്ട്. ഇനി സത്യസന്ധതയുടെ പ്രശ്നത്തിന്റെ മറ്റൊരു വശം നോക്കാം. മറ്റുള്ളവർ സത്യസന്ധരല്ലെന്ന കാര്യം നമ്മുടെ സ്വന്തം ബാധ്യതകൾ നിറവേറ്റാതിരിക്കാനുള്ള വളരെ വിശ്വസനീയമായി തോന്നുന്ന ഒരു കാരണമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഒരിക്കൽ എനിക്കും അത് സംഭവിച്ചു. വളരെ പക്ഷാപാതപരമായ ചില സുഹൃത്തുക്കൾ എന്നോട് വാൾ സ്ട്രീറ്റിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകരുതെന്ന് ആവശ്യപ്പെട്ടു. അവിടെ വ്യാപകമായ ഭൗതികവാദവും ഇരട്ടത്താപ്പും എന്റെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് അവർ ഉറപ്പിച്ചു. അത് വളരെ ഉയർന്നതും ആത്മീയവുമായ ഒരു ആശയമായി തോന്നിയതിനാൽ എനിക്കറിയാവുന്ന ഏക ബിസിനസ്സിലേക്ക് മടങ്ങിപ്പോകാതെ ഞാൻ അങ്ങനെ തുടർന്നു. അവസാനം എൻ്റെ കുടുംബം പൂർണ്ണമായും സാമ്പത്തികമായി തകർന്നു. ജോലിക്ക് തിരികെ പോകാനുള്ള സാധ്യതയെ നേരിടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒടുവിൽ ഞാൻ വാൾ സ്ട്രീറ്റിലേക്ക് മടങ്ങി. അങ്ങനെ ചെയ്തതിൽ ഞാൻ പിന്നീട് എല്ലായ്പ്പോഴും സന്തോഷിച്ചു. ന്യൂയോർക്കിലെ സാമ്പത്തിക മേഖലയിലുള്ള അനേകം നല്ല ആളുകളെ വീണ്ടും കണ്ടെത്തേണ്ടത് എനിക്ക് ആവശ്യമായിരുന്നു. അതോടൊപ്പം മദ്യം എന്നെ തകർത്ത അതേ സാഹചര്യത്തിൽ തന്നെ മദ്യപാനം ഒഴിവാക്കി ജീവിക്കുന്ന ഒരു അനുഭവവും എനിക്ക് ആവശ്യമായിരുന്നു. ഈ എല്ലാ ഗുണങ്ങളും അതിലേറെയും എനിക്ക് ലഭിച്ചു. വാസ്തവത്തിൽ വിപണിയിലേക്ക് തിരികെ പോകാനുള്ള എൻ്റെ മനസ്സോടെയുള്ള തീരുമാനത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഒരു വലിയ നേട്ടമുണ്ടായിരുന്നു. 1935 വാൾ സ്ട്രീറ്റിൽ നിന്നുള്ള ഒരു ബിസിനസ് യാത്ര എന്നെ അക്രോൺ ഒഹായോയിൽ എത്തിച്ചു. അവിടെ ഞാൻ ആദ്യമായി എയുടെ ഭാവി സഹസ്ഥാപകനായി ആകാനിരിക്കുന്ന ഡോക്ടർ ബോബിനെ നേരിൽ കണ്ടു. അങ്ങനെ എയുടെ ജനനം പോലും യഥാർത്ഥത്തിൽ എൻ്റെ ഉപജീവനത്തിനായുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഞാൻ ശ്രമിച്ചിരുന്ന വസ്തുതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നേരെ നിൽക്കുക. ഇനി സ്വയം വഞ്ചിക്കൽ എന്ന ആകർഷകമായ വിഷയം വിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കാം. നമുക്കൊരു ജോലി അപേക്ഷ ലഭിക്കുന്നു എന്ന് കരുതുക. അതിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും മദ്യാസക്തി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ മദ്യാസക്തി മൂലം പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇവിടെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായും നല്ലൊരു റിപ്പോർട്ട് നൽകാൻ കഴിയും. നമ്മിൽ മിക്കവരും വിശ്വസിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ പൂർണ്ണമായ സത്യസന്ധമല്ലാത്ത ഉത്തരം സത്യമല്ലാതെ മറ്റൊന്നും ഇവിടെ ചേർക്കരുതെന്നാണ്, അല്ലെങ്കിൽ പോരാ എന്നതാണ്. മിക്ക തൊഴിൽദാതാക്കളും നമ്മുടെ ഫെലോഷിപ്പിനെ ബഹുമാനിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ അംഗത്വവും അതിന്റെ ഫലങ്ങളും തുറന്നു പറയുമ്പോൾ അവർ ഈ കരുത്തുറ്റ സത്യസന്ധത ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും ജീവിതത്തിലെ മറ്റു പല പ്രശ്നങ്ങളും ഇതേ തുടർന്ന് സത്യസന്ധത ആവശ്യപ്പെടുന്നു. മിക്കപ്പോഴും പൂർണ്ണ സത്യസന്ധത ആവശ്യമായ സാഹചര്യങ്ങൾ വ്യക്തവും എളുപ്പവും തിരിച്ചറിയാവുന്നതുമാണ്. നമ്മുടെ ഭയവും അഹങ്കാരവും എന്ത് തന്നെയായാലും നാം അവയെ നേരിട്ട്
അഭിമുഖീകരിക്കണം അഭിമുഖീകരിക്കണം. അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ വ്യക്തമായ സത്യസന്ധത കൊണ്ട് മാത്രമേ പരിഹരിക്കാനാവൂ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. പരാജയപ്പെട്ടാൽ വ്യക്തമായ സത്യസന്ധത കൊണ്ട് മാത്രമേ അത് പരിഹരിക്കാനാവൂ എന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. അതിര് കടന്ന് സത്യം പറയുന്നതിന്റെ അപകടമുണ്ട്. എന്നിരുന്നാലും ചില അവസരങ്ങളിൽ അശ്രദ്ധമായി സത്യം പറയുന്നത് മറ്റുള്ളവർക്ക് വലിയ നാശവും സ്ഥിരമായ ദോഷവും ഉണ്ടാക്കും. ഇത് സംഭവിക്കാമെന്ന് തോന്നുമ്പോൾ നാം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പെടും. നാം രണ്ട് പ്രലോഭനങ്ങൾക്കിടയിൽ കീറിപ്പറിക്കപ്പെടും. മനസാക്ഷിയുടെ വേദന വളരെ ശക്തമായതിനാൽ വിവേകവും സ്നേഹവും കാറ്റിൽ പറത്തി ആരെത്ര വേദനിച്ചാലും എത്ര നാശമുണ്ടായാലും ക്രൂരമായ സത്യം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം വാങ്ങാൻ നാം ശ്രമിച്ചേക്കാം. എന്നാൽ സാധാരണ ഇതല്ല ഏറ്റവും വലിയ പ്രലോഭനം. അതിന്റെ വിപരീതത്തിലേക്കാണ് നാം കൂടുതൽ സാധ്യതയോടെ പോകാൻ സാധ്യതയുള്ളത്. മറ്റുള്ളവർക്ക് നാം ഉണ്ടാക്കാൻ പോകുന്ന ഭീകരമായ നാശത്തെക്കുറിച്ച് വളരെ യാഥാർത്ഥ്യമല്ലാത്ത ഒരു ചിത്രം നാം മനസ്സിൽ വരയ്ക്കും. നമ്മുടെ ഇരകളോട് വലിയ കരുണയും സ്നേഹവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കള്ളം പറയാൻ നാം തയ്യാറെടുക്കും. അതിനെക്കുറിച്ച് പൂർണ്ണമായും സുഖകരമായി തോന്നുകയും ചെയ്യും. ജീവിതം ഇത്തരം ഒരു വേദനാജനകമായ സംഘർഷം നമ്മുടെ മുന്നോട്ട് വെക്കുമ്പോൾ നാം ആശയക്കുഴപ്പത്തിലാകുന്നത് കുറ്റകരമല്ല. There are nevertheless certain occasions where reckless truth-telling may create widespread havoc and permanent damage to others. Whenever this seems possible, we are likely to find ourselves in a bad jam indeed. Uh, we shall be torn between two temptations. When conscience acknowledges us enough, we may well cast all prudence and love to the winds. We may try to buy our freedom by telling the brutal truth, no matter who gets hurt or how much. But this is not the usual temptations. It is far more probable that we shall veer to the other extreme. We will paint for ourselves a most unrealistic picture of the awful damage we are about to inflict on others by claiming great composition, great compassions and love for our supposed victims. We are getting to tell the big lie and be thoroughly comfortable about it too. When life presents with a cracking conflict like this, we cannot be altogether blamed if we are confused. In fact, our very first responsibility is to admit that we are confused. We may have to confess that for the time being, we have lost all ability to tell right from wrong. Most difficult, too, will be the admission that we cannot be certain of receiving God's guidance because our prayers are so cluttered with the wishful thinking. Surely this is the point at which we must seek the counsel of our finest friends. There is nowhere else to go. Had I not been blessed with wise and loving advisors, I might have cracked up long ago. A doctor once saved me from death by alcoholism because he obliged me to face up to the deadlines of that malady. Another doctor, a psychiatrist, later on helped me save my sanity because he led me to ferret out some of my deep lying defects. From a clergyman, I acquired the truthful principles by which we AIs now try to live. But these precious friends did far more than supply me with their professional skills. I learned that I could go to the some with any problems, whatever. Their wisdom and their integrity were mine for the asking. Many of my dearest AA friends have stood with me in exactly the same relation. Oftentimes, they could help where others could not, simply because they were AIs. Of course, we cannot wholly rely on friends to solve all our difficulties. A good advisor will never do all our thinking for us. He knows that each final choice must be ours. He will therefore help to eliminate fear, expectancy, and self-deception, so enabling us to make choice which are loving, wise, and honest.
The choice of such a friend is an all important matter. We should look for a person of deep understanding and then carefully listen to what he has to say. In addition, we must be positive that our prospective advisor will hold our communications in the strictest of confidence. Should he be a clergyman or doctor or lawyer, this can be taken this can be taken for granted. But when we consult an AA friend, we should not be reluctant to remind him of our need for full privacy. Intimate communication is normally so free and easy among us that an AI advisor may sometimes forget when we expect him to remain silent. The protective sanctity of this most healing of human relations out never be violated. Such privileged communications have priceless advantages. We find in them the perfect opportunity to be as honest as we know how to be. We do not have to think of the possibility of damage to other people, nor need we fear ridicule or condemnation. Here too, we have the best possible chance of spotting self deceptions. If we are fooling ourselves, a competent advisor can see this quickly, and as he gets us out of our fantasies. We are surprised to find that we have few of the usual urges to defend ourselves against unpleasant truths. In no other way can fear, pride, and ignorance be so readily melted. After a time, we realize that we are standing firm on a brand new foundation for integrity. Let us therefore continue ourselves searches for self deception, great or small. Let us painstakingly temper honesty with prudence and love, and let us never flinch from entire forthrightness whenever this is the requirement. How truth makes us free is something that VAS can well understand. It cut the shackles that once bonded us to alcohol. It continues to release us from conflicts and miseries beyond reckoning. It banishes fear and isolation. The unity of our fellowship, the love we cherish of each other, for each other, the esteem in which the world holds us. All of these are products of such integrity as under God we have been privileged to achieve. May we therefore quicken our search for still more genuine honesty and deepen its practice in all our affairs. Yeah, one second. അപ്പോ നമ്മുടെ നാം രണ്ട് പ്രലോഭനങ്ങളുടെ ഇടയിലാണ് കീറിപ്പറിക്കപ്പെടുന്നത്. മനസാക്ഷിയുടെ വേദന വളരെ ശക്തമായാൽ വിവേകവും സ്നേഹവും കാറ്റിൽ പറത്തിക്കൊണ്ട് ആരെത്ര വേദനിച്ചാലും കുഴപ്പമില്ല, എത്ര നാശമുണ്ടായാലും കുഴപ്പമില്ല, ക്രൂരമായ സത്യം പറഞ്ഞുകൊണ്ട് നാം ആ സ്വാതന്ത്ര്യം വാങ്ങാൻ തനിയെ ശ്രമിക്കും. എന്നാൽ സാധാരണ ഇതല്ല ഏറ്റവും വലിയ പ്രലോഭനം. അതിന്റെ വിപരീതത്തിലേക്കാണ്, എതിർദിശയിലേക്കാണ് നാം കൂടുതൽ സാധ്യതയോടെ പോകുന്നത്. മറ്റുള്ളവർക്ക് നാം ഉണ്ടാക്കാൻ പോകുന്ന ഭീകരമായ നാശത്തെക്കുറിച്ച് വളരെ യാഥാർത്ഥ്യമില്ലാത്ത ഒരു ചിത്രം നാം മനസ്സിൽ വരയ്ക്കും. നമ്മുടെ ഇരകളോട് വലിയ കരുണയും സ്നേഹവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് വലിയ കള്ളം പറയാൻ നാം തയ്യാറെടുക്കും. അതിനെക്കുറിച്ച് പൂർണ്ണമായും സുഖകരമായി തോന്നുകയും ചെയ്യും. ജീവിതം ഇത്തരമൊരു വേദനാജനകമായ സംഘർഷം നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ നാം ആശയക്കുഴപ്പത്തിലാകുന്നത് കുറ്റകരമല്ല. വാസ്തവത്തിൽ നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം തന്നെ നാം ആശയക്കുഴപ്പത്തിലാണെന്ന് സമ്മതിക്കുന്നതാണ്. താൽക്കാലികമായി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വന്നേക്കാം. അതിലും ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിൽ ആഗ്രഹങ്ങളും പക്ഷാപാതപരമായ ചിന്തകളും നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല എന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ ഉപദേശം തേടേണ്ട സമയമാണിത്. അല്ലാതെ പോകാൻ മറ്റൊരിടമില്ല. ജ്ഞാനമുള്ള ഉപദേശകരുടെ വിലയുണ്ട് ഇവിടെ. എനിക്ക് ജ്ഞാനികളും സ്നേഹമുള്ളവരുമായ ഉപദേശകർ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ വളരെ മുമ്പേ തന്നെ തകർന്നു പോയാനെ. ഒരു ഡോക്ടർ എന്നെ മദ്യാസക്തിയുടെ മരണകാരിയായ സ്വഭാവത്തെ നേരിട്ട് അഭിമുഖീകരിക്കാൻ നിർബന്ധിച്ചതിലൂടെ മദ്യപാനം മൂലമുള്ള മരണത്തിൽ നിന്ന് ആ ഡോക്ടർ എന്നെ രക്ഷിച്ചു. പിന്നീട് മറ്റൊരു ഡോക്ടർ, ഒരു മനോരോഗ വിദഗ്ധനാണ് അദ്ദേഹം, എന്റെ ആഴത്തിൽ ഒളിഞ്ഞിരുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളെ കണ്ടെത്താൻ എന്നെ സഹായിച്ചതിലൂടെ എന്റെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ അദ്ദേഹം എന്നെ സഹായിച്ചു.
ഒരു മതപുരോഹിതനിൽ നിന്ന് ഇന്ന് ഞങ്ങൾ അംഗങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്ന സത്യസന്ധമായ തത്വങ്ങൾ ഞാൻ നേടിയെടുത്തു. എന്നാൽ ഈ മുൻകാല സുഹൃത്തുക്കൾ അവരുടെ പ്രൊഫഷണൽ കഴിവുകൾ മാത്രം എനിക്ക് നൽകിയില്ല. എന്ത് പ്രശ്നമായാലും അവരുടെ അടുത്തേക്ക് പോകാമെന്ന് എന്നെ അവർ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു. അവരുടെ ജ്ഞാനവും സത്യനിഷ്ഠയും ഞാൻ ചോദിച്ചാൽ എനിക്ക് ലഭ്യമായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും ഇതേ രീതിയിൽ എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവർക്ക് കഴിയാത്തിടത്ത് അവർക്ക് കൾക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞു. അവർ അംഗമായിരുന്നതിനാലാണത്. സുഹൃത്ത് നമ്മുടെ ചിന്തയെ പകരം ചെയ്യരുത്. തീർച്ചയായും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ നമുക്ക് സുഹൃത്തുക്കളെ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല. ഒരു നല്ല ഉപദേശകൻ നമ്മുടെ എല്ലാ ചിന്തകളും നമുക്ക് വേണ്ടി ചെയ്യുകയില്ല. നാമാണ് ചിന്തിക്കേണ്ടവർ. ഓരോ അന്തിമ തീരുമാനവും നമ്മുടേതായിരിക്കണമെന്ന് ആ നല്ല ഉപദേശകന് അറിയാൻ കഴിയും. അതുകൊണ്ട് ഭയം സ്വാർത്ഥ ലാഭത്തിനായുള്ള അടിയന്തര തീരുമാനങ്ങൾ, സ്വാർത്ഥ ലാഭത്തിനായിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര തീരുമാനങ്ങൾ, സ്വയം വഞ്ചിക്കൽ എന്നിവ നീക്കം ചെയ്യാൻ ഉപദേശകൻ നമ്മെ സഹായിക്കും. അവനവനെ തന്നെ വഞ്ചിക്കാതിരിക്കാൻ. അങ്ങനെ സ്നേഹപൂർണവും ജ്ഞാനപൂർണവും സത്യസന്ധവുമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയും. അത്തരമൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഴത്തിലുള്ള മനസ്സിലാക്കലുള്ള ഒരാളെ നാം അന്വേഷിച്ചു കണ്ടെത്തണം. തുടർന്ന് അവൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും വേണം. അതോടൊപ്പം നാം പങ്കുവെക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹമെന്ന് നാം ഉറപ്പാക്കണം. അയാൾ ഒരു പുരോഹിതനാകാം, ഒരു ഡോക്ടറാകാം, ഒരു അഭിഭാഷകനോ ആണെങ്കിൽ അത് സ്വാഭാവികമായി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അവൻ കാര്യങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കാനാണ് സാധ്യത. എന്നാൽ ഒരു സുഹൃത്തിനോട് ഉപദേശം തേടുമ്പോൾ പൂർണ്ണ സ്വകാര്യതയുടെ ആവശ്യകത ഓർമ്മിപ്പിക്കാൻ നമുക്ക് മടിക്കേണ്ടതില്ല. ആൽക്കോളിസം അംഗമാണെങ്കിൽ ഈ കാര്യം മറ്റൊരാളോട് പറയരുതെന്ന് പൂർണ്ണ സ്വകാര്യത നമുക്ക് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കണം. നമ്മുടെ ഇടയിൽ അതിന് മടിക്കേണ്ടതില്ല. നമ്മുടെ ഇടയിലെ വ്യക്തിപരമായ ആശയവിനിമയം സാധാരണയായി വളരെ സ്വാതന്ത്ര്യവും വളരെ എളുപ്പമുള്ളതുമാണ്. അതിനാൽ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉപദേശകൻ ചിലപ്പോൾ മൗനം പാലിക്കേണ്ടതിന്റെ ആവശ്യകത മറന്നേക്കാം. നമ്മുടെ ഇടയിലെ വ്യക്തിപരമായ ആശയവിനിമയം സാധാരണ വളരെ സ്വാതന്ത്ര്യവും എളുപ്പമുള്ളതുമാണ്. അതിനാൽ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു ആൽക്കോളിസ് അനോണിമസിലെ ഉപദേശകൻ ചിലപ്പോൾ മൗനം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ആ ഉപദേശകൻ ചിലപ്പോൾ മറന്നേക്കാം. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സൗഖ്യദായകമായ ഈ ബന്ധത്തിന്റെ സംരക്ഷിതമായ പവിത്രത ഒരിക്കലും ലംഘിക്കരുത്. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സൗഖ്യദായകമായ ഈ ബന്ധത്തിന്റെ സംരക്ഷിതമായ പവിത്രത ഒരിക്കലും ലംഘിക്കരുത്. പൂർണ്ണമായ സത്യസന്ധതയ്ക്കുള്ള സുരക്ഷിതമായ ഇടം. ഇത്തരം രഹസ്യപരമായ ആശയവിനിമയങ്ങൾക്ക് അമൂല്യമായ ഗുണങ്ങളുണ്ട്. നമുക്കറിയാവുന്നത്രയും പൂർണ്ണമായ സത്യസന്ധതയോടെ സംസാരിക്കാനുള്ള ഏറ്റവും നല്ല അവസരം അതിൽ നമ്മൾക്ക് ലഭിക്കുകയാണ്. മറ്റുള്ളവർക്ക് നാശമുണ്ടാകുമെന്ന് ചിന്തിക്കേണ്ടതില്ല. പരിഹാസത്തെയോ അപലപനങ്ങളത്തെയോ ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ സ്വയം വഞ്ചിക്കൽ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അവസരവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണെങ്കിൽ കഴിവുള്ള ഒരു ഉപദേശകന് അത് വളരെ വേഗം കാണാൻ കഴിയും. അവൻ നമ്മെ നമ്മുടെ ഭ്രമങ്ങളിൽ നിന്ന് പുറത്തേക്ക് നയിക്കുമ്പോൾ അസുഖകരമായ സത്യങ്ങളിൽ നിന്ന് നമ്മെ തന്നെ പ്രതിരോധിക്കാനുള്ള സാധാരണ ത്വര നമ്മിൽ വളരെ കുറവാണെന്ന് കണ്ട് നാം തന്നെ അത്ഭുതപ്പെടും. അവൻ നമ്മെ നമ്മുടെ ഭ്രമങ്ങളിൽ നിന്ന് പുറത്തേക്ക് നയിക്കുമ്പോൾ അസുഖകരമായ സത്യങ്ങളിൽ നിന്ന് നമ്മെ തന്നെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ആ ഒരു ത്വര നമ്മിൽ വളരെ കുറവാണെന്ന് കണ്ട് നാം തന്നെ അത്ഭുതപ്പെടും. മറ്റൊരു രീതിയിൽ ഭയം, അഹങ്കാരം, അറിവില്ലായ്മ എന്നിവ ഇത്ര എളുപ്പത്തിൽ ഉരുകിപ്പോകില്ല. കുറച്ചു കാലത്തിന് ശേഷം സത്യനിഷ്ഠയ്ക്കായുള്ള ഒരു പുതിയ അടിത്തറയിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. സത്യസന്ധതയിലേക്കുള്ള തുടർച്ചയായ ഒരു അന്വേഷണം. അതുകൊണ്ട് ചെറുതോ വലുതോ ആയ സ്വയം വഞ്ചിക്കലുകളെ കണ്ടെത്താനുള്ള നമ്മുടെ അന്വേഷണങ്ങൾക്ക് നമുക്ക് തുടരാം. സത്യസന്ധതയെ വിവേകവും സ്നേഹവും കൊണ്ട് ശ്രദ്ധാപൂർവം സമതുലിതമാക്കാം. അതുപോലെ തന്നെ പൂർണ്ണമായ തുറന്ന സത്യസന്ധത ആവശ്യമായിടത്ത് ഒരിക്കലും പിന്നോട്ട് പോകരുത്. സത്യം നമ്മെ എങ്ങനെ സ്വതന്ത്രരാക്കുന്നു എന്നത് അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് നന്നായി മനസ്സിലാക്കാം. ഒരിക്കൽ നമ്മെ മദ്യത്തിന് അടിമക്കളാക്കിയിരുന്ന ചങ്ങലകൾ അത് മുറിച്ചു മാറ്റി. ഇന്നും അത് എണ്ണമറ്റ സംഘർഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഭയത്തെയും ഒറ്റപ്പെടലിനെയും അകറ്റുന്നു. നമ്മുടെ ഫെലോഷിപ്പിന്റെ ഐക്യം, പരസ്പരം നാം കരുതുന്ന സ്നേഹം, ലോകം നമ്മോട് കാണിക്കുന്ന ബഹുമാനം, ഇവയെല്ലാം ദൈവത്തിന്റെ കീഴിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സത്യനിഷ്ഠയുടെ ഫലങ്ങളാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ യാഥാർത്ഥ്യമായ സത്യസന്ധതയ്ക്കായുള്ള നമ്മുടെ അന്വേഷണത്തെ നമുക്ക് വേഗത്തിലാക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും
അതിന്റെ പ്രയോഗം കൂടുതൽ ആഴത്തിലാക്കാം. നമ്മുടെ ഫെലോഷിപ്പിന്റെ ഐക്യം, പരസ്പരം നാം കരുതുന്ന സ്നേഹം, ലോകം നമ്മോട് കാണിക്കുന്ന ബഹുമാനം, ഇവയെല്ലാം ദൈവത്തിന്റെ കീഴിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സത്യനിഷ്ഠയുടെ ഫലങ്ങളാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ യഥാർത്ഥമായ സത്യസന്ധതയ്ക്കായുള്ള നമ്മുടെ അന്വേഷണത്തെ നമുക്ക് വേഗത്തിലാക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ പ്രയോഗം കൂടുതൽ ആഴത്തിലാക്കാം. കോപ്പിറൈറ്റ് ദ എ ഗ്രേപ്പൺ ഇൻകോർപ്പറേറ്റഡ്, ആഗസ്റ്റ് 1961, 1961. ഇത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സത്യസന്ധതയുടെ ലേഖനം അവസാനിക്കുന്നത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.